ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കിച്ചണൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വീടും മനസ്സും ഒക്കെ റമളാൻ്റെ ലാസ്റ്റായി പെരുന്നാളിനെ വരവേൽക്കാനായിട്ട് മാഷാ അല്ലാഹ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലീനിങ് വീഡിയോ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ കിച്ചണിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ മുമ്പ് നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നോമ്പ് ലാസ്റ്റ് ആയപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് രാത്രിക്കത്തെ കാര്യങ്ങളാണ്. നമ്മൾ നാളെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ എല്ലാവരും പല രൂപത്തിലാവുമല്ലോ മന്തി, ഓരോരുത്തരുടേതായ രീതിയിലാവും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നാളേക്ക് വേണ്ടിയിട്ടുള്ള മന്തിയിൽ ഇന്ന് തന്നെ മസാലയൊക്കെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ജാർ എടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു സവാള, പിന്നെ 2-3 തക്കാളി, പിന്നെ കുറച്ച് മാത്രം വലിയ ജീരകം, പിന്നെ അത്യാവശ്യത്തിന് നല്ല ജീരകം, പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സാണ് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ടാണ് മാറ്റി വെക്കേണ്ടത്. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു പാത്രത്തിലാണ് ഇത് ചിക്കൻ മാറ്റുന്നത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല, ചിക്കൻ മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാലയും ചിക്കൻ മസാലയും നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഞാനിതിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇനി അടുത്തൊരു ടേസ്റ്റിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ കൈ വെച്ച് മസാല തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് ചിക്കനിൽ. പിന്നെ വേണ്ടത് ഞാനിവിടെ മാഗി ക്യൂബ്, അത് നമുക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഞാൻ പുഡിങ്ങിനുള്ളതും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഴംപൊരി കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കട്ടോ. അപ്പോൾ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി ലെങ്ത് ആവുമെന്ന് കരുതിയിട്ടാണ് കൂടുതലായിട്ടൊന്നും പറയാത്തത്. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിഷാക്ക് വരുന്നത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല ഹാപ്പി ആയിരുന്നു, ഒത്തിരി സന്തോഷം. ഏതായാലും റാഹത്താണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിവിടെ നിഷാക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങളിവിടെ ഉണ്ടാക്കാറില്ല. പകരം നമ്മൾ പഴംപൊരി, ഈത്തപ്പഴം പൊരിക്കുക ഇതൊക്കെയാണ് ഉണ്ടാക്കുക. തലേനാൾ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പാത്രത്തിലാക്കി സെറ്റാക്കി വെക്കും. അപ്പോൾ രാവിലെ എണീറ്റാൽ വിശക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് കഴിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ മസാല കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചിക്കനിൽ എന്തൊക്കെയാണ് മസാലപ്പൊടികളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും സാധാരണ ചേർക്കാറില്ല. പിന്നെ കുറച്ച് എരിവ് കുറച്ചൊന്ന് കുറവ് പോലെ ഫീൽ ചെയ്തപ്പോൾ കുറച്ച് മാത്രം മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുരുമുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡയറക്റ്റ് കുരുമുളക് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയായിട്ടോ അല്ലെങ്കിൽ കുരുമുളകായിട്ട് എങ്ങനെ അതും ചേർത്ത് കൊടുക്കാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനിതിൽ കുറച്ച് ഫുഡ് കളർ കൂടെ, റെഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല രീതിക്ക് മസാല പിടിച്ച് കിട്ടും. പിന്നെ ഈ തയ്യാറാക്കുന്ന പുഡിങ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഈ പുഡിങ് റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ കമൻറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സന്തോഷവും. പിന്നെ അങ്ങനെ കറക്റ്റ് 4 മണിയായപ്പോഴേക്കും ഞാൻ കിച്ചണിലെ എല്ലാ പരിപാടികളും ക്ലീനിങ്ങും കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഹോളിലോട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എത്രയും നേരം കിച്ചണിൽ ഇങ്ങനെ നിന്ന് ജോലി ചെയ്തിട്ടാണെന്നറിയില്ല, കാല് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി കുറച്ച് നേരം ഒന്ന് ചായ കുടിച്ച് സ്നാക്കൊക്കെ കഴിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം ഒന്ന് മേല് കഴുകിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. കാരണം എന്തായാലും ഇനിയിപ്പോൾ ഉറങ്ങാൻ ടൈമില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ
പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 11 മണി ആ സമയമൊക്കെ ആയപ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ ആയിട്ട് മുറ്റത്ത് ചെറുതായിട്ടൊന്ന് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത്, ഏതെങ്കിലും പുതിയ കൂട്ടുകാരൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക. എന്തെങ്കിലും ഒരു ചെറിയൊരു സ്മൈലിയോ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഇട്ടാലും മതി, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയേ ആയിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.